ഹായ്, ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതെല്ലാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഞാൻ വന്നിട്ടുള്ളത് 2 കോപ്പർ കഷ്ണങ്ങൾ ഉപയോഗിച്ച്, അതായത് ഒരേ ലെങ്ത്തിലായിട്ട് കട്ട് ചെയ്ത്, അതും എൽ ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് 2 കോപ്പർ കഷ്ണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് കിണറിൻ്റെ സ്ഥാനം ആരുടെയും സഹായമില്ലാതെ കണ്ടെത്തുക എന്നുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരേ ലെങ്ത്തിലായിട്ട് കട്ട് ചെയ്തെടുത്ത, അതും എൽ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുത്ത കോപ്പർ കഷ്ണങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഇറക്കും ഇതാ. അപ്പം ഇത് പിടിക്കേണ്ട രൂപം എന്ന് പറയുന്നത് എൽ ഷേപ്പിലാണെങ്കിൽ എല്ലിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളിങ്ങനെ പിടിക്കുന്ന ടൈമിൽ കണ്ടോ ഇത് പോകുന്ന കണ്ടോ, അതായത് ഇവിടെ നല്ല രീതിയിലുള്ള നീരുറവ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇത് കണ്ടോ വൈഡായിട്ട് നിൽക്കുന്നുണ്ടോ, അതായത് ഞാൻ സ്ട്രെയിറ്റ് പിടിച്ചിട്ടുള്ള കമ്പിയാണ്, കോപ്പറാണ്. പക്ഷെ ഇതാ ഞാൻ നടക്കുന്നതനുസരിച്ച് ഇതാ ഇവിടെ നല്ല നീരുറവുണ്ട് കണ്ടോ, വൈഡായിട്ട് പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നല്ല നീരുറവുണ്ട് കേട്ടോ. മെയിൻലി ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ആദികടലായിയാണ്. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ നോർമലി എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല രൂപത്തിൽ വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നീരുറവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കടലാണ്, പുഴയാണ്. പക്ഷേ ഇത് എകരയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, അതായത് ഒരു കുന്ന ഏരിയ ആണ്. എന്നിരുന്നാലും ഇവിടെ നല്ല രീതിയിലുള്ള ഉറവ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഞാനിപ്പോൾ സ്ട്രെയിറ്റ് വെച്ചു. ഇതാ വന്നോ, വന്നു ഇതാ കണ്ടോ, ഞാൻ അനക്കോ പിടിക്കോ ഒന്നും ചെയ്യുന്നില്ലേ, കാണിച്ചു കൊടുത്തേ. ഇവർ വിചാരിക്കേണ്ട ഞാൻ തട്ടിപ്പൊന്നുമല്ല. പക്ഷേ ഞാൻ ഇതിനു മുന്നും പല ആൾക്കാർ ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഈവൻ യൂട്യൂബിലടക്കം ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഫോൾഡ് ചെയ്തിട്ട്, അതായത് ഒരേ ഒരു ലെങ്ത്തിലുള്ള കോപ്പർ അതും ചുറ്റി വളഞ്ഞ് വെച്ചിട്ട് പിന്നെ ഈ ഒരു രൂപത്തിൽ വി ടൈപ്പിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മെത്തേഡ് ഞാൻ കണ്ടിട്ടുള്ളത് ആക്ച്വലി എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്നായിരുന്നു. ഒരു കുട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ, അതായത് പുതിയൊരു ഭാഗത്തുള്ള കുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടേട്ടൻ്റെ കയ്യിൽ നിന്നായിരുന്നു ഈ ഒരു സംഭവം എനിക്ക് കിട്ടിയിരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു പ്ലോട്ട് നോക്കാൻ വേണ്ടിയിട്ട് താഴ്ചവ ഭാഗത്ത് വന്നു കഴിഞ്ഞാലും ആൾ ഇതുപോലുള്ള 2 കോപ്പർ കഷ്ണങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ച ടൈമിൽ ആളിങ്ങനെ എടുത്ത് നടക്കുന്നത് കണ്ടു. അപ്പം ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആളാണ് എനിക്ക് പറഞ്ഞു തന്നത് ഈ ഒരു കാര്യം. അപ്പം ആൾക്ക് വലിയ താങ്ക്സ്, ഇങ്ങനെ ഒരു അറിവ് നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് തന്നതിൽ. ഇതാ ഇവിടെ ചെരിവോ ഇറക്കോ കയറ്റോ ഒന്നും തന്നെ ഇല്ല കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ഇതാ ഇവിടെ ഇല്ല. ഇതാ ഇതാ കണ്ടോ കണ്ടോ. ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ, കയ്യിൽ നിന്ന് അനക്കോ പിടിക്കോ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. കണ്ടോ ഇതാ ഇവിടെയുണ്ട് നല്ല നീരുറവ. അപ്പം ഇവിടെ കുഴിക്കല്ലേ കിണറ്. ഇതാ ഓട്ടോമാറ്റിക്. ഇതാ കണ്ടോ, അവിടെ തന്നെ കിണറുണ്ട്. ആ കിണർ കാണിച്ചു കൊടുത്തേ. കണ്ടോ ഇതാ വെക്കുമ്പം തന്നെ അത് വൈഡായി. അതായത് ഇതാ ഞാൻ സ്ട്രെയിറ്റ് വെക്കുമ്പം തന്നെ ഇതാ നടന്ന് ഇതാ വൈഡായി. കണ്ടോ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അനക്കോ പിടിക്കോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇതാ കണ്ടോ, ഇവിടെ നല്ല നീരുറവുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ തൊട്ടടുത്ത് കിണറുണ്ട്, അവർ കുഴിച്ചിരിക്കുന്ന അതേ സ്ഥാനത്താണ്. അപ്പം ഇവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇതാ ഇതാ ഇവിടെ എല്ലാം ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് നീരുറവുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ അറിവില്ലാത്തവർക്ക് വേണ്ടി അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.